മെയ് 10 മൊളോക്കോയിലെ വിശുദ്ധ ഫാദർ ഡാമിയൻ. ജനനം 1840 ജനുവരി 3 ബെൽജിയത്തിൽ. മരണം 1889 ഏപ്രിൽ 15 മൊളോക്കോയിൽ. 1840 ബെൽജിയത്തെ ട്രൊമോലോയിൽ ജോസഫ് ദ വ്യൂസ്റ്റർ ജനിക്കുമ്പോൾ കുഷ്ഠരോഗത്തെക്കുറിച്ച് യൂറോപ്യൻ ജനത അറിഞ്ഞു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 49-ാം വയസ്സിൽ അദ്ദേഹം കുഷ്ഠരോഗബാധിതനായി മരിക്കുമ്പോൾ ഈ മാരകരോഗത്തെപ്പറ്റിയും മാനുഷിക സഹാനുഭാവത്തിന് ഈ രോഗത്തിൻ്റെ സംഹാരശക്തിയെ ശമിപ്പിക്കാനാവുമെന്നതിനെക്കുറിച്ചും ലോകം അറിഞ്ഞിരുന്നു. കുടുംബത്തിൻ്റെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി ജോസഫിന് 13-ാം വയസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. 6 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം സേക്രഡ് ഹാർട്ട്സ് ഓഫ് ജീസസ് ആൻഡ് മേരി എന്ന സന്യാസ സമൂഹത്തിൽ ചേർന്നു. 1864 ഡാമിയൻ എന്ന പേര് സ്വീകരിച്ച് പുരോഹിതനായി. കുഷ്ഠരോഗബാധിതരെ നാടുകടത്തി വേർപെടുത്തുന്നതിനായി ഹവായ് സർക്കാർ 1886 മൊളോക്കോ ദ്വീപിനെ തടവറയായി പ്രഖ്യാപിച്ചു. സേക്രഡ് ഹാർട്ട്സ് ഓഫ് ജീസസ് ആൻഡ് മേരി സന്യാസ സമൂഹം മൊളോക്കോയിലെ രോഗികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് ഓരോ വർഷവും 3 മാസം വീതം സേവനം ചെയ്യേണ്ടതായ 4 പുരോഹിതരുടെ പട്ടികയുണ്ടാക്കി. അങ്ങനെ മൊളോക്കോയിലേക്ക് പോകുന്നതിന് നിയോഗിക്കപ്പെട്ട ഫാദർ പംഫീലെ രോഗബാധിതനായപ്പോൾ ഫാദർ ഡാമിയൻ ആ ദൗത്യം സസന്തോഷം സ്വീകരിച്ചു. ഹാൻസൻസ് ഡിസീസ് എന്നറിയപ്പെടുന്ന കുഷ്ഠരോഗത്തിൻ്റെ ഭീകരത നിറഞ്ഞ മൊളോക്കോയിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് വയസ്സ് 33. നഴ്സ്, സർജൻ, ഉപദേഷ്ടാവ്, ആശ്വസിപ്പിക്കുന്നവൻ, കെട്ടിടം പണിക്കാരൻ, ശവപ്പെട്ടി ഉണ്ടാക്കുന്നവൻ, വക്കീൽ, ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വൈദികൻ എന്നീ നിലകളിൽ ഒരേ സമയം പ്രയത്നിച്ചു. ഒരു വീടും സ്കൂളും അനാഥമന്ദിരവും അദ്ദേഹം തന്നെ നിർമ്മിച്ചു. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന സർക്കാർ സഹായം ജനങ്ങൾക്ക് ലഭ്യമാക്കി. പിന്നീട് മദർ മരിയാന കോപ്പ് സിറാക്കൂസിലെ ഫ്രാൻസിസ്കൻ കന്യാസ്ത്രീകളെ അവിടെ കൊണ്ടുവന്നു. 1885 തൻ്റെ സഹജീവികളോടുകൂടി ദൈവത്തെ പ്രതി ആ ഭീകരരോഗം പങ്കിട്ടപ്പോൾ ഫാദർ ഡാമിയൻ ആനന്ദിച്ചു. മരണം വരെ അവിരാമം അദ്ദേഹം തൻ്റെ ദൗത്യം തുടർന്നു. 1889 ഏപ്രിൽ 15 മൊളോക്കോയിലെ നായകൻ എന്ന് ജനം വാഴ്ത്തിയിരുന്ന ഫാദർ ഡാമിയൻ ഒരു കുഞ്ഞിനെ പോലെ മുഖത്തൊരു പുഞ്ചിരിയുമായി കടന്നുപോയി. 1959 ഹവായ് ഒരു സംസ്ഥാനമായപ്പോൾ US ക്യാപിറ്റോളിലെ സ്റ്റാറ്റ്യൂട്ടറി ഹാൾ പ്രതിനിധീകരിക്കുന്ന 2 പേരിൽ ഒരാളായി ഫാദർ ഡാമിയനെ തിരഞ്ഞെടുത്തു. 1995 ജൂൺ 4 ജോൺ പോൾ 2 മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായും 2009 ഒക്ടോബർ 11 ബെനഡിക്ട് 16 മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്കും ഫാദർ ഡാമിയനെ ഉയർത്തി. വചനം സഖറിയ 13-ാം അധ്യായം 8-9 വാക്യങ്ങൾ. കർത്താവ് അരുളിച്ചെയ്യുന്നു, ദേശവാസികൾ 2/3 ഭാഗം നശിപ്പിക്കപ്പെടും, 1/3 ഭാഗം ശേഷിക്കും. ഈ 1/3 ഭാഗത്തെ വെള്ളി എന്ന പോലെ ഞാൻ അഗ്നിശുദ്ധി വരുത്തും, സ്വർണമെന്ന പോലെ ഞാൻ മാറ്റി പരിശോധിക്കും. അവർ എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും, ഞാൻ അവർക്ക് ഉത്തരമരുളും. അവർ എൻ്റെ ജനമെന്ന് ഞാൻ പറയും, കർത്താവ് എൻ്റെ ദൈവമെന്ന് അവരും പറയും. വിചിന്തനം. ആരോഗ്യം, സമ്പത്ത്, സൗന്ദര്യം, ബന്ധുബലം ഇവയെല്ലാം ഉള്ളപ്പോൾ ദൈവം നമുക്ക് സൗജന്യമായി നൽകിയതിൻ്റെ വില അറിയണമെന്നില്ല. പലപ്പോഴും ദൈവത്തെ തേടണമെന്നുമില്ല. ഇപ്രകാരം ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ആരോഗ്യ സംബന്ധമായ പ്രശ്നത്തിലൂടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും ഹവായിലെ ദ്വീപിലേക്ക് മാറ്റപ്പെട്ട അനേകം ആളുകൾ അവർ ദൈവത്തെ തേടിയത് ഒരുപക്ഷെ ആ കാലയളവിലായിരിക്കാം. ഇല്ലെങ്കിൽ അവർ ദൈവത്തെ കണ്ടെത്താനിടയായതെങ്കിലും ആ കാലയളവിലായിരിക്കാം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നരകതുല്യമായ അഗ്നി നിറഞ്ഞ ഒരു ജീവിതാവസ്ഥ, അവയുടെ മധ്യയാണ് ഫാദർ ഡാമിയൻ മൊളോക്കോയിലേക്ക് കടന്നു ചെല്ലുന്നത്. 1873 ബിഷപ്പ് ലൂയിസ് മാർഗരറ്റ് ഫാദർ ഡാമിയനെ പറ്റി പറഞ്ഞ വാക്കുകൾ ഇതാ: നിങ്ങളെ അത്യധികം സ്നേഹിക്കുകയും നിങ്ങളുടെയും നിങ്ങളുടെ ആത്മാക്കളുടെയും ക്ഷേമത്തിനും നിങ്ങളിൽ ഒരാളായി ജീവിക്കുവാനും മരിക്കുവാനും മടിക്കാത്ത പിതൃതുല്യനായ ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്.